ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പാമ്പ്ളാനി പിതാവിൻ്റെ ഒരു അടവും നടക്കില്ല. ഉടനടി തിരുത്തൽ നടപടി ഉണ്ടായില്ലെങ്കിൽ എറണാകുളം സഭാ നേതൃത്വം മാർ റാഫേൽ തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും രാജിവെക്കേണ്ടി വന്നേക്കാം. മാർപ്പാപ്പയുടെ തീരുമാനത്തെ അട്ടിമറിക്കുക എന്ന ദുരുദ്ദേശത്തോടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രസ്റ്റിൻ്റെ സെറ്റിലർ, ട്രസ്റ്റി എന്നീ 2 വൈദികർക്കെതിരെ പെട്ടെന്ന് നടപടി എടുക്കുന്നില്ലെങ്കിൽ, ഒന്ന്, മാർപ്പാപ്പയ്ക്കല്ലാതെ മറ്റാർക്കും മേജർ ആർച്ച് ബിഷപ്പിനോ പെർമനന്റ് സിനഡിനോ മെത്രാൻ സിനഡിനോ അനുവദിക്കാൻ സാധ്യമല്ലാത്ത സമവായം എന്ന തെറ്റായ നയം നടപ്പാക്കാൻ വേണ്ടി സർക്കുലർ സ്വയം നിർമ്മിച്ച് പ്രസിദ്ധപ്പെടുത്തിയത് പിൻവലിച്ച് മാർപ്പാപ്പയോട് കൂറ് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ശീഷ്മയിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ, 2, മെത്രാന്മാരുടെ സിനഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് പെർമനന്റ് സിനഡ് നിശ്ചയിച്ച് നിയമിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ, 3, സമാധാനം വേണമെങ്കിൽ നവവൈദികർക്ക് വിമത വൈദികർക്കുള്ള ആനുകൂല്യം നൽകണമെന്ന തെറ്റായ ചിന്ത തിരുത്തുന്നില്ലെങ്കിൽ, 4, വിമത വൈദികർക്കുള്ള ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കുക, പള്ളിയുടെ പണം കൊള്ളയടിക്കുക. ഇത് നവവൈദികർക്ക് കൂടി ഈ ആനുകൂല്യം കൊടുക്കണമെന്നാണ് പാമ്പ്ളാനി പിതാവ് പറയുന്നത്. ആ തെറ്റായ ചിന്ത തിരുത്തുന്നില്ലെങ്കിൽ പാമ്പ്ളാനി പിതാവിന് പുറത്തേക്കുള്ള വഴി തെളിയും. അത് രാജിയാണോ അതിൽ കൂടുതലാണോ എന്നൊക്കെ വഴിയെ നമ്മൾ അറിയും. തട്ടിൽ പിതാവ് പെട്ടെന്ന് മെത്രാൻ സിനഡ് വിളിച്ച് പാമ്പ്ളാനി പിതാവിനെ തിരുത്താനും തടയാനും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ശ്രമിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനും പുറത്തേക്കുള്ള വഴിയാണ് തെളിയുന്നത്. എന്താണ് വത്തിക്കാൻ ഇടപെടാത്തേ? വത്തിക്കാൻ അനങ്ങാപ്പാറ നയമാണോ? വത്തിക്കാൻ ഞങ്ങൾ ഉപേക്ഷിച്ചോ, വിട്ടുകളഞ്ഞോ? ഇങ്ങനെയാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കണേ. ഒരു സഭാതലവനെ രാജിവെപ്പിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാ കൊല്ലവും രാജിവെപ്പിക്കുക. എല്ലാ കൊല്ലം പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ത് ചെയ്യും വത്തിക്കാൻ? നമ്മുടേത് സ്വയാധികാര സഭയല്ലേ? അപ്പോൾ വത്തിക്കാൻ ഒരു പരിധിയില്ലേ നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ? എന്നാൽ ഇപ്പോൾ എല്ലാ പരിധികളും നാം ലംഘിച്ചിരിക്കുന്നു. നമ്മുടെ സഭയിൽ ഇടപെടാൻ വത്തിക്കാന് വീണ്ടും നല്ല അവസരം കൊടുത്തിരിക്കുന്നു. ഒരുപക്ഷെ അവർ നിർബന്ധിതരായിരിക്കുന്നു. കാരണം പ്രത്യക്ഷമായി മാർപ്പാപ്പയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക എന്ന ശീഷ്മയിലും കുർബാനയിൽ കർത്താവില്ല എന്ന പാഷാണ്ഡതയിലും സുറിയാനി കത്തോലിക്ക സഭയുടെ അത്യുന്നത നേതൃത്വം തന്നെ വീണിരിക്കുന്നു. ശീഷ്മയിലും പാഷാണ്ഡതയിലും. ശീഷ്മ എന്ന് പറഞ്ഞാൽ വിഭാഗീയത, സഭയുടെ ഐക്യത്തിനെതിരെയുള്ള തെറ്റ്. പാഷാണ്ഡത എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ പ്രതിസന്ധി, വിശ്വാസത്തിന് വീണുപോയിരിക്കുന്നു. ഈ 2 വലിയ തെറ്റിലും സുറിയാനി കത്തോലിക്ക സഭയുടെ അത്യുന്നത നേതൃത്വത്തിലിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് വികാരിയും വീണിരിക്കുന്നു. ലോകത്ത് ഒരു സ്ഥലത്തും എങ്ങും കാണാത്ത അത്രയും മാരകമായ സ്ഥിതിവിശേഷമാണിത്. ഒരു സഭയിൽ എല്ലാ തിന്മകളും ഒരുമിച്ച് ഒരേ സമയത്ത് കാണപ്പെടുക എന്നുള്ള ഒരു അപൂർവ സ്ഥിതിവിശേഷത്തിലാണ് സുറിയാനി കത്തോലിക്ക സഭ. ഇനി പിന്നീടിരിക്കുന്ന എല്ലാ തിന്മകളുടെയും ഒരു കേസ് സ്റ്റഡി ആയിട്ട് സുറിയാനി കത്തോലിക്ക സഭ മാറിയിരിക്കുന്ന ദുരവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ദുരവസ്ഥ സൃഷ്ടിച്ച സഭാ നേതൃത്വത്തിനെതിരെ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാൻ വത്തിക്കാൻ തയ്യാറാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ. ഇതൊന്നും നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളല്ല, ഒട്ടും സന്തോഷം നൽകുന്ന കാര്യങ്ങളല്ല. പക്ഷേ നമുക്ക് വിശ്വാസത്തിൻ്റെ കാര്യത്തിലോ, ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്, അതുപോലെ മാർപ്പാപ്പയുടെ വിധേയത്തിൻ്റെ കാര്യത്തിലോ ഒരു കോംപ്രമൈസും നമുക്ക് ചെയ്യാൻ കഴിയില്ല. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടോ മാർപ്പാപ്പയുടെ വിധേയത്തിന് വിരുദ്ധമായിട്ടോ ഒരു മെത്രാനും ഒരു മേജർ ആർച്ച് ബിഷപ്പിനും ആർക്കും നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്, അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് സഭയെ ഈ സുറിയാനി കത്തോലിക്ക സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും അതിൻ്റെ ഉന്നതമായ പാരമ്പര്യം നിലനിർത്താനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനകൾ ഉയരട്ടെ. നമ്മുടെ സഭാ നേതൃത്വം വലിയ തെറ്റിലാണ്. പാഷാണ്ഡത, ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് ഞാൻ പറഞ്ഞല്ലോ, അതായത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിനെതിരാണ് ഇപ്പോഴത്തെ അവരുടെ നിലപാട്, മാർപ്പാപ്പയ്ക്ക് എതിരാണ് അവരുടെ നിലപാട്. ഇത് ഭയങ്കര ഗൗരവമായ തിന്മയാണ്. അതിൽ നിന്ന് അവർ പിന്തിരിയാനും അവരുടെ തെറ്റ് തിരിച്ചറിയാനും
അതുപോലെ തെറ്റ് തിരുത്താനും തയ്യാറാകാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ 2 മെത്രാപ്പൊലിത്തമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിമത വൈദികരുടെ കാര്യം ഇപ്പോൾ തൽക്കാലം വിട്ടേക്കുക. കാരണം അവർ പിശാചനെ അടിയറവ് വെച്ച് കഴിഞ്ഞു. ഇനി ഈ മെത്രാന്മാർ നേരെയായിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് ഈ പിശാചൻ്റെ ബാധ അല്ലെങ്കിൽ ആ ബന്ധനം അഴിച്ചു വിട്ടാലേ ഈ വിമതർക്കും അൽമായ മുന്നേറ്റക്കാർക്കൊക്കെ ഒരു രക്ഷ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തൽക്കാലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ വളരെ ഏണസ്റ്റായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ 2 മെത്രാപ്പൊലിത്തന്മാർ അവർ തെറ്റ് തിരുത്താനാണ്. ഇല്ലെങ്കിൽ അടുത്ത ആഘാതം നമ്മുടെ സഭയുടെ മേൽ വന്ന് പതിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.